ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഉച്ചക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉച്ചക്കുളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രൈബൽ ഏരിയ ആണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും ചോല നായ്ക്കർ, കാട്ടു നായ്ക്കർ എന്ന്. അപ്പോൾ ആ വിഭാഗം ജീവിക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചൊരു സ്ഥലമാണ്. പക്ഷെ ഇങ്ങോട്ട് കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് നല്ല പേരണമെങ്കിൽ നല്ല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ കടമ്പകൾ കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ എല്ലാ ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറുന്നതിന് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ അല്ലാത്തവർക്ക്, പുറത്തുനിന്ന് ഇല്ലാത്തവർക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിനുള്ള റീസൺ പറഞ്ഞാൽ ഇവർ വന്നില്ലേ, ഇവർ കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കാടും ആയതുകൊണ്ട് ആനയൊക്കെ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ആൾക്കാർ സേഫ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും ഇങ്ങോട്ട് ആർക്കും കയറാനുള്ള പെർമിഷൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ നിലമ്പൂരാണല്ലോ. നിലമ്പൂർ ഇവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു പാർട്ടി ബേസിൽ ഇങ്ങനെ വോട്ട് ചോദിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ കയറിയതാണ്. അല്ലാത്ത പക്ഷമൊന്നും ഇവിടേക്ക് ആർക്കും കയറാൻ പറ്റില്ല. ഇവിടെയാണ് പോലെ ആന വരാതെക്കാല ചാലാണ് ഈ സാധനം. ഇവിടെയൊക്കെ ആനൻ്റെ ഫുള്ള് കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചാടിയും കടന്നൊക്കെ ആനകൾ കയറലും ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു അങ്കണവാടിയാണ് ഈ സാധനം. ആ കാണുന്നത് പഴയത്, അതിൻ്റെ അപ്പുറത്ത് പുതിയത്. ഇങ്ങോട്ടുള്ള റോഡ് സംവിധാനങ്ങളൊക്കെ പക്കയാണ്. ആദ്യകാലത്തൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പം അതെല്ലാം അടിപൊളിയൊക്കെയാണ്. ഇവിടെ ഈ കോളനി മുഴുവൻ അടിപൊളിയായ റോഡുണ്ട്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്, പഞ്ചായത്ത് കുളമുണ്ട്. ഇവർക്ക് കുടിക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം. ഇതൊക്കെ ഇവർ കൃഷികളും കാലികളൊക്കെ മേയ്ക്കുന്ന ഒഴിഞ്ഞ സ്ഥലം. ഇവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഇതിലൂടെ ഒരു അമ്പലമാണ്, കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആ സാധനം കണ്ടില്ലേ, ആ സാധനമാണ് വള്ളിമാങ്ങ എന്ന് പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ അവരോട് ചോദിച്ചു അത് കഴിക്കാൻ പറ്റും, പച്ച കഴിക്കാൻ പറ്റും. അതുപോലെ ഇല്ല, അത് കറി വെച്ചേ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയാണ്ടൊരു കുളം ഇവിടെ ഉണ്ട്, കണ്ടാൽ തന്നെ ചാടാൻ മതിയാവും. നല്ല നല്ല തെളിച്ചുള്ള വെള്ളവും നല്ല അറ്റ്മോസ്ഫിയറും. പിന്നെ ഇവിടെ എടുത്തൊരു ഏർമാടും കെട്ടി വെച്ചാണ്. നല്ല നല്ല അടിപൊളി. ഇപ്പോൾ കുറച്ച് വെയിലായതുകൊണ്ട് തോന്നുന്നു കുറച്ച് ചൂടൊക്കെ ഉണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വൈബേക്കാർ ഇവിടെ. അവിടെ വൈക്കൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത്, വിശാലമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്. ഇതിപ്പോൾ എത്ര നിങ്ങൾ തുടങ്ങിയിട്ട്? എന്നിട്ട് എന്താ ഫുള്ളാക്കാത്ത നിങ്ങൾ? ആ പിന്നെ എന്നിട്ടിപ്പോ ഇനി ഇതിപ്പോ വലിഞ്ഞ് കയറുമ്പോ നിങ്ങള് കയറോ? എന്താ നിങ്ങളൊക്കെ പേരെന്താ? എന്റെ പേരെന്താ? അൽബന്റെ പേരെന്താ? എന്റെ എവിടെ എന്റെ പേരെന്താ? എന്റെയോ? നിങ്ങളതൊക്കെ എന്റെതാ? എന്റെയോ? അവിടെ രഞ്ജിത്തോ? നിങ്ങൾക്ക് എവിടെ പഠിക്കണേ? നിലമ്പൂര് എവിടാ തന്നെ? ഇവിടേക്ക് ബസ് ഉണ്ടോ? ബസ് അങ്ങോട്ട് വരുമോ? ഇവിടുന്ന് പോകേണ്ടി വരുമോ? ഇവനോ? നീയോ? അപ്പൊ നിങ്ങൾക്ക് കളിക്കലില്ല അവിടെ ഗ്രൗണ്ടില്? ഇല്ലേ? ആ എന്തിനാ ആ ഷെഡ് എന്തിനാ അവിടെ? തയ്യോ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ആനയോ? അല്ല ഇന്നലെ വന്നിയോ? എവിടെ വരെ ആന വരും? ഇതിന്റെ ഉള്ളിലൊക്കെ വരും? അവിടെ ആ വള്ളിമാക്കാണ് ഇവര് എറിയണത്, ഞാൻ അവിടെ പറഞ്ഞത്. അതല്ല അപ്പൊ പിന്നെന്താ ഈ തോട് കടന്നു വരുമോ? ആ ഒരു ഇവരൊരു കിടങ്ങുണ്ടാക്കിയില്ലേ? ആ ഈസിയായിട്ട് വരില്ലേ? ആ അല്ലേ? ഇനി അങ്ങോട്ട് വീടുകളുണ്ടോ? മുകളിലോട്ട് വീടുകളുണ്ടോ? ആണല്ലേ? അത് മാറിപ്പോവോ? സംഭവം ഇത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം കൂടിയാണ്, ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുള്ളത്, ഇവിടേക്ക് ഒന്ന് കാണണം എന്നുള്ളത്. അതിന് ഒരു കൃത്യമായിട്ടുള്ള റീസണും കൂടെ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രി പഠിച്ചത് സോഷ്യോളജിയാണ്. ആ സോഷ്യോളജി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ട്രൈബൽസിനെ കുറിച്ച് അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിൻ്റെ വിഷയം തന്നെ ഈ ട്രൈബൽസിനെ കുറിച്ച് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇനി. അപ്പോൾ അതിൻ്റെ പർപ്പസിൽ ഞങ്ങൾ ഒന്നിവിടെ അപേക്ഷിച്ച് നോക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണാൻ പറ്റുമോ? അപ്പോൾ ഫോറസ്റ്റുകാർ അതിന് ഭയങ്കര ചൊറയാണ് പറഞ്ഞത്. ഓല് നേരെ നിലമ്പൂർ പോയി അവിടുത്തെ മുതിർന്ന ഫോറസ്റ്റ് ഓഫീസറെ കാണണം എന്നൊക്കെ പറഞ്ഞു. അവിടെയും പോയപ്പോൾ അവിടുന്ന് പോലും പറഞ്ഞാൽ ജില്ലാ കളക്ടറുടെ പിന്നെ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ലാന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തുകയും ഏതെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് കയറാൻ പറ്റുന്ന കാര്യം കുറപ്പുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് കയറി. അടിപൊളിയാണ് ഇവിടുത്തെ. ഒന്നാമത് ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരുടെ സംസാര രീതിയും ഒക്കെ ഡിഫറെൻ്റാണ്. പ്രാർത്ഥനാ ശൈലികളും ഒക്കെ ഡിഫറെൻ്റാണ്. അതൊക്കെ ഞാൻ പഠിച്ചാണ്. പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ച് കുറേ മാറ്റങ്ങളൊക്കെ വന്നിരിക്കണം. പക്ഷെ എന്നാലും ഇവിടെ കാണാൻ നല്ല രസമാണ്. ഇവരെ ജീവിതശൈലിയും ഇവരെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റാണ്. ഭയങ്കര നല്ല ഒരു ആവറേജ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കണ്ട് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറൊരു മൈൻഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ കാടിൻ്റെ ഏരിയ കണ്ടുപോലെ നല്ല വന്യജീവി പിന്നെ ആക്രമണം ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. ഇത് കൃഷിയാണെങ്കിലും കൃഷിയൊന്നും പോലും അങ്ങനെ ചെയ്യുന്നില്ല. കൃഷിയൊക്കെ ചെയ്യണതന്നെ ഒക്കെ വന്യജീവികൾ വന്ന് പിന്നെ എല്ലാം നശിപ്പിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇവർക്ക് കാലിത്തീറ്റയാണ്, പക്ഷേ കാലി വളർത്തലാണ്. ആട് പിന്നെ പോത്ത് അതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് നല്ല അടിപൊളി വീടുകളായിരിക്കണം. പിന്നെ എല്ലാവരും പണ്ടൊക്കെ പറയണം അവിടെയൊക്കെ ഫുള്ള് കാടും മലയൊക്കെ ആയതുകൊണ്ട് തന്നെ പഴയ ആൾക്കാരല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പഴയ പെരകളായിരുന്നു. ഇപ്പോൾ ഫുള്ള് വാർപ്പ് പെരകളും ഒക്കെ നല്ല പെരകളൊക്കെ പൊങ്ങി. പിന്നെ ഇവർക്കില്ല പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ പുറത്ത് പോയി പഠിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ അവിടെ ട്രൈബൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മളെ വെളിയന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽ സ്കൂളിലാണ് ഇവരൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പുറത്ത് പോയി പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഇവർക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാം ഒന്ന് പുരോഗതിയിലേക്ക് എത്തി.
അപ്പോൾ നമ്മൾ അവിടെ കയറിയാണ്ട് വേഗം തന്നെ ഇറങ്ങി. അത്യാവശ്യം അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, വേഗം തന്നെ പോന്നു. പെട്ടെന്നുണ്ടായ ഒരു പോക്കും ഒക്കെ ആയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സ്ഥലങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ചോലനായ്ക്കരാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. പിന്നെ നമ്മളെ ഇവിടുന്ന് പിന്നെ അങ്ങാടിയിൽ നിന്നാണെങ്കിൽ ഒരു 1-2 കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോകണം അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. പോകണ വഴിക്കൊക്കെ കോൺക്രീറ്റ് റോഡാണെങ്കിൽ പോലും ഇഷ്ടം പോലെ ആന ഇറങ്ങും. പകലും രാത്രിയാണെങ്കിലും ആന കണ്ടമാനം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കെയർഫുള്ളായി വേണം അതിൽ പോകാൻ. വണ്ടി കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം കെയർഫുള്ളായിക്കാണ്ട് വേണം അതിൽ കൂടെ പോകാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വണ്ടി ചെന്ന് കയറാനൊന്നും പറ്റൂല. അതിന് കൃത്യമായിട്ടുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പോകുന്നവർക്കാണെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലാൻ. പിന്നുള്ളൊരു സംഭവം പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ ചോലനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗം, കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ ഒരു 2 വിഭാഗങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ട്രൈബൽ വിഭാഗങ്ങളിൽ പെട്ട പിന്നെ 2 വിഭാഗങ്ങളാണ് ഈ ചോലനായ്ക്കരും കാട്ടുനായ്ക്കരും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവരൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, ഒരുപാട് റിസർച്ചർമാരൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവരുള്ളത് നമ്മളെ നിലമ്പൂർ കാടുകളിൽ മാത്രമാണ്. നിലമ്പൂർ കാടുകളിനെ ഒരു 3-4 സ്ഥലങ്ങളിൽ ആണ് ഇവർ നിൽക്കുന്നത്. അഞ്ചങ്കോട്, പിന്നെ ഇവിടെ ഉച്ചകുളം, പിന്നെ അവിടെ കരളായി ഭാഗത്ത് ഒരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെയൊക്കെ ആയിട്ടാണ് ഇവർ താമസിക്കണം. ഇവർക്ക് സെപ്പറേറ്റ് ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തൊന്നും അവരത് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. പക്ഷെ എന്നാൽ പോലും അവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ അവർ തമ്മിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടത്. ഇപ്പോൾ ഇവർ കാടുമായിട്ടല്ലാതെ നാടുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ ഫുള്ളായിട്ട് മലയാളത്തിൽ തന്നെ അടിപൊളിയായി കൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് ചിലവർക്കൊക്കെ ഓല ലാംഗ്വേജ്, ഓൺ ലാംഗ്വേജൊക്കെ ഇവർക്ക് അറിയാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാനൊരു ചരിത്രം പറയാം, അങ്ങനത്തെ സംഭവത്തേക്കൊന്നല്ല ഞാൻ പോണത്. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ അവിടെ ഒരു കയറാൻ അയക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ സ്വാഭാവികമായിട്ട് നമുക്കൊരു പൂതി തോന്നുമല്ലോ. ആ പൂതിൻ്റെ പുറത്തും പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നേരിൽ കാണാനും കൂടെ ഉള്ളൊരു മൈൻഡിലാണ് ഞാനവിടെ പോയത്. എന്തായാലും അവിടെ പോകാനുള്ളൊരു അവസരം കിട്ടി, ഇനിയും കിട്ടും തോന്നുന്നു. ഇനിയും കിട്ടിയാലും ഞാൻ പോകും മൊത്തത്തിൽ. പിന്നെ ഞാനൊക്കെ കരുതിയത് അതിൻ്റെ ഉള്ളിൽ ഒരു അധികം പിന്നെ വികസനമോ അല്ലെങ്കിൽ ഒരു പുരോഗമന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാടിൻ്റെ അടുത്ത് ഈ കുറ്റിപ്പരയൊക്കെ ഉണ്ടാക്കി നിൽക്കൂലേ, അതേമാതിരിക്കാണ് ഞാൻ കരുതിയത്. പക്ഷെ അതൊന്നല്ല, റിയാലിറ്റി ഒന്നല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഓൽക്കുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകണമെങ്കിൽ പോലും അവിടെ അവർക്ക് അംഗനവാടികളും ചെറിയ സ്കൂളും കാര്യങ്ങളും, പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ കുളം, പഞ്ചായത്ത് കുളം ഉണ്ട്, നല്ല വൃത്തിയുള്ള കുളമാണ്. പിന്നെ വീടുകളെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്, അത്യാവശ്യം വാർപ്പുരകളും ഒക്കെ ഉണ്ട്. പിന്നെ അതുമല്ല, ചില വീടുകളിൽ കാറ്, ബൈക്ക് അങ്ങനത്തെ വാഹന സൗകര്യങ്ങളൊക്കെ അവർക്ക് ഈ നിലവിലുണ്ട്. അപ്പോൾ അവർ ഒരുപാട് പുരോഗമിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തേക്ക് ആൾക്കാരന്മാർക്ക് ഏകദേശമൊക്കെ മാറിക്കഴിഞ്ഞു എന്നാണ്. എന്തായാലും ഞാൻ ഡിഗ്രി കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ എന്തായാലും കയറണം, അതെന്തായാലും പിന്നെ നേടിക്കിട്ടി. അപ്പോൾ ഇവിടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തോരം പ്രശ്നമില്ല. ഇവരൊക്കെ എത്രയോ വട്ടം അവിടെ കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. അവർ പല പണികൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കും കയറുന്ന ആൾക്കാരാണ്. അപ്പോൾ ബാക്കിയുള്ളവർ കയറിയാലുള്ള പ്രശ്നം പിന്നെ ഫോറസ്റ്റുകാരെ കണ്ടാൽ ഭയങ്കര സീനാണ്. അപ്പോൾ എന്തായാലും കയറാൻ പറ്റി, വളരെയധികം സന്തോഷം. ഇതൊരു ചെറിയ വീഡിയോ ആണ്, വല്ലാതെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വേറൊരു വീഡിയോ കണ്ട് ഇൻഷാ അല്ലാഹ് കൊണ്ട് കാണാം.